ഖദ് ജിഇനാക ബിആയത്തിൻ മിർ റബ്ബിക്. ഖദ് തീർച്ചയായും, ജിഇനാക ജിഇന ഞങ്ങൾ വന്നിരിക്കുന്നു. ജിഇന ഞങ്ങൾ വന്നിരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങളാരാ? ഇത് പറയുന്നത്? മൂസയും ഹാറൂനും. ഖദ് ജിഇന തീർച്ചയായും ഞങ്ങൾ വന്നിരിക്കുന്നു നിന്റെ അടുക്കലേക്ക്. ബിആയത്തിൻ എന്താ കൊണ്ടുവന്ന്? ബിആയത്തിൻ ഒരായത്ത് കൊണ്ട് വന്നിരിക്കുന്നു. ആ ആയത്ത് എന്താ ഇവിടെ? ദൃഷ്ടാന്തം. ഖദ് ജിനാക നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ തീർച്ചയായും വന്നിരിക്കുന്നു ബിആയത്തിൻ ഒരു ദൃഷ്ടാന്തം കൊണ്ട്. ആ ദൃഷ്ടാന്തം എവിടെ നിന്നുള്ളതാ? മിൻ റബ്ബിക് നിന്റെ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ്. നിന്റെ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ്. എന്താണ് ആ ദൃഷ്ടാന്തം? എന്താണ് ആ ദൃഷ്ടാന്തം? സൂറത്ത് ആറാഫിൽ ഇതേ സംഭാഷണത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഫിറൗൻ പറയുന്നുണ്ട്, ഖാല ഇൻ കുൻത ജിഇത ബിആയത്തിൻ ഫഅതി ബിഹാ ഇൻ കുൻത മിന സാദിഖീൻ. ആറാഫിൽ ഖാല ഫിറൗൻ പറഞ്ഞു, ഇൻ കുൻത ജിഇത ബിആയത്തിൻ നീ ഒരായത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഫഅതി ബിഹാ അതുകൊണ്ട് അവതരിപ്പിക്ക്, കൊണ്ടുവാ. ഇൻ കുൻത മിന സാദിഖീൻ നീ സത്യവാനാണ് എങ്കിൽ. അപ്പോൾ ഫഅൽഖ അസ ഫഇദാ ഹിയ സുഅബാനും മുബീൻ. ഫഅൽഖ അസ അപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വടിയിട്ടത്. ഫഇദാ ഹിയ ഉടനടി ആ വടി സുഅബാനും മുബീൻ എന്നാണ്, വലിയ ഒരു സർപ്പമായി, വ്യക്തമായ ഒരു സർപ്പമായി പരിണമിച്ചു എന്നാണ്. അതാണ് ആയത്ത് അല്ലേ? ആ ആദ്യ ആയത്ത്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഖദ് ജിഇനാക നിന്റെ അടുക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നു ബിആയത്തിൻ ഒരായത്ത് കൊണ്ട്. ആ ആയത്ത് മിൻ റബ്ബിക് എൻ്റെ പോക്കറ്റിൽ നിന്നല്ല, ഹാറൂൻ്റെ അടുത്ത് നിന്നല്ല, പിന്നെ മിൻ റബ്ബിക് നിൻ്റെ റബ്ബിൽ നിന്നാണ്. ഈ ഫിറൗനുണ്ടല്ലോ, അള്ളാഹുവിനെ റബ്ബ് എന്ന് പറയുന്നത് അസഹ്യാണ്. ഫിറൗനിനെ റബ്ബ് ആക്കി പറഞ്ഞിട്ടില്ല എങ്കിൽ ഫിറൗന് അസഹ്യാണ്. അതുകൊണ്ടാണ് ഫിറൗൻ ചോദിക്കുന്നത്, അവലക്ക് റബ്ബുൻ ഗൈരി, ഞാനല്ലാതെ നിനക്കൊരു റബ്ബോ? ആസിയനോട് ചോദിക്കുന്നുണ്ട്, ആസിയ ബിന്ത് മുസാഹിബിനോട്, ഭാര്യനോട്. അതേപോലെ അതിന് മുമ്പ് മാഷിത്തയോട് ചോദിക്കുന്നുണ്ട്, റബ്ബി റബ്ബ് കുല്ലി ഷൈഇൻ, എൻ്റെ റബ്ബ് എല്ലാ വസ്തുക്കളുടെയും റബ്ബാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഫിറൗൻ ചോദിക്കണം, അവലക്ക് റബ്ബുൻ ഗൈരി, ഞാനല്ലാതെ ഒരു റബ്ബ് നിനക്കോ? കാരണം റബ്ബ് വേറൊന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ സാക്ഷാൽ റബ്ബ്, അത് ഫിറൗന് അസഹ്യാണ്, കേൾക്കൂല, സമ്മതിക്കൂല. അപ്പോൾ പറയാണ്, റബ്ബി റബ്ബ് കുല്ലി ഷൈഇൻ, അല്ലെങ്കിൽ റബ്ബി റബ്ബുക് വറബ്ബു കുല്ലി ഷൈഇൻ, എൻ്റെ റബ്ബ് നിൻ്റെ റബ്ബാണ്, എല്ലാത്തിൻ്റെയും റബ്ബാണ്. അതുകൊണ്ടാണ് ഫിറൗൻ എന്ത് ചെയ്യണത്? ഭയങ്കര ഈറളകണത്. മാഷിത്തനെയൊക്കെ അങ്ങനെ നിഷ്ഠൂരമായി കൊല്ലണത് ആ ഈറളകിയിട്ടാണ്. ആസിയ ബിന്ത് മുസാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ നിഷ്ഠൂരമായിട്ട് ശിക്ഷിക്കണതും അവരെ പിന്നെ ഈ കിങ്കരന്മാർക്ക് നിഷ്ഠൂരമായി കൊല്ലാൻ വിട്ടുകൊടുക്കുന്നതും ഈ ഒരു പ്രയോഗം അത് സഹിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ ഫിറൗനോട് പറയുന്നത് എന്താണ്? റബ്ബുക്ക് എന്നാണ്. ഖദ് ജിഇനാക ബിആയത്തിൻ മിർ റബ്ബിക്.